ദായിൽ ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ, പൂഴിങ്കുന്ന്, ആലത്തിയൂർ. നമസ്കാരം. വെട്ടൻ ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. പവൻ ഗോൾഡ് തിരൂർ. മദ്രസ പഠനത്തെ പ്രത്യേക വിഭാഗമായി കാണാൻ കഴിയില്ലെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. മദ്രസ അധ്യാപകരുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ അസത്യം പ്രചരിപ്പിക്കുന്നുവെന്നും പ്രത്യേക വിഭാഗത്തെ പണം ചിലവഴിച്ച് സംരക്ഷിക്കുന്നുവെന്നുള്ളതാണ് പ്രചരിപ്പിക്കുന്നത്. ഭരണഘടന വിഭാവനം ചെയ്ത കാര്യങ്ങൾ സർക്കാർ സംരക്ഷിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. തിരൂരിൽ പ്രത്യേക പരിപാടിയിൽ സംബന്ധിച്ച് സംസാരിക്കുന്നതിനിടെയാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. നമ്മുടെ നാട്ടിലെ പൊതുസമൂഹത്തിനിടയിൽ മദ്രസ അധ്യാപകരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ നടക്കും. അസത്യമായിട്ടുള്ള പ്രചരണങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രചരണം, സംസ്ഥാന ഗവൺമെന്റ് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി സർക്കാർ ഖജനാവിൽ നിന്നും വലിയ പണം ചെലവഴിച്ചു അവരെ സംരക്ഷിക്കുന്നു എന്നുള്ള ഈ ജോലിയുടെയും അധ്യാപകരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് മാത്രമേ അറിയുള്ളൂ. ഈ പറയുന്ന ആളുകൾ അത് ഒരു പ്രചരണ ആയുധമാക്കി ഉപയോഗിക്കുക. ബാലാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം വന്ന സമയത്ത് ഈ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു അഭിപ്രായം പറയാനൊരു അവസരം നിയമസഭയിൽ ലഭിക്കുകയുണ്ടായി. ആ അവസരത്തിൽ കൃത്യമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട നമ്മുടെ അഭിപ്രായം നമ്മൾ എഴുതി നൽകിയിട്ടുണ്ട്. കാരണം കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഏത് മതസംഘടനകളായാലും അത് അവർക്ക് പ്രവർത്തിക്കാനുള്ള അനുമതി എന്നുള്ളത് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ആ ഭരണഘടനയിൽ കൃത്യമായി എഴുതി വച്ചിട്ടുള്ള കാര്യപ്രകാരം തന്നെയാണ്. അപ്പോൾ ഇവിടെ മതപഠന ക്ലാസുകൾ നടത്താൻ എല്ലാ വിഭാഗം ആളുകൾക്കുള്ള സ്വാതന്ത്ര്യവും അവകാശവും നമ്മുടെ ഭരണഘടന തന്നെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടായിരുന്നു വലിയ പരാമർശം വന്നിട്ടുണ്ടായത്. കേന്ദ്ര ബാലാവകാശ കമ്മീഷന്റെ ചെയർമാൻ തന്നെ ഈ കാര്യം, അത് ഇന്ത്യയിലെ മൊത്തം മുസ്ലിം സമുദായത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് ആ ഒരു വാചകം അദ്ദേഹം പറഞ്ഞത്. തെറ്റായിട്ടുള്ള ധാരണയുടെ പുറത്തായിരിക്കാം അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എന്ന് പിന്നീട് നമ്മുടെ പ്രതികരണങ്ങളൊക്കെ ചെന്നപ്പോൾ അദ്ദേഹത്തിന് ബോധ്യമായിരുന്നു. പിന്നീട് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇവിടെ വേദ പഠന ക്ലാസുകൾ നടത്തുന്ന ഹിന്ദുധർമ്മ സ്ഥാപനങ്ങൾ, ബൈബിൾ ക്ലാസുകൾ നടത്തുന്ന ധാരാളം സ്ഥാപനങ്ങൾ കേരളത്തിലും ഇന്ത്യയിലും പ്രവർത്തിക്കുന്നു. മദ്രസ പഠനം എന്നുള്ളതിൽ അതിന് മാത്രം ഒരു പ്രത്യേകത കണക്കിലാക്കാൻ അല്ലെങ്കിൽ അങ്ങനെ കാണാൻ പാടില്ല എന്നുള്ളതാണ് സർക്കാരിൻ്റെ അഭിപ്രായം. ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യം അത് സംരക്ഷിക്കുക എന്നുള്ളതിന് ഗവൺമെന്റ് കടമ. അത് ഈ ഗവൺമെന്റ് 100% ചെയ്യുമെന്നാണ് നമ്മളന്ന് ആ നിയമസഭയിൽ നടത്തിയിട്ടുള്ള എഴുതി കൊടുത്ത പ്രസ്താവനയിൽ നമ്മൾ പറഞ്ഞു. ഇതിനൊക്കെ തന്നെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷെ അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കാനൊന്നും ഗവൺമെന്റ് ആഗ്രഹിക്കുന്നു. ഗവൺമെന്റ് കൃത്യമായി തന്നെ ചിട്ടപ്പെടുത്തിയിട്ടുള്ള, ഗവൺമെന്റ് നേതൃത്വത്തിൽ തന്നെ ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നമ്മളിതെല്ലാം ചെയ്യുന്നതും. അത് ഭരണഘടനാപരമായിട്ടുള്ള അവകാശം നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൽ ഏത് പരാമർശങ്ങളെയും നമ്മൾ ഇത് അറിയിക്കുന്ന രീതിയിൽ തന്നെ തള്ളിക്കളയാണ്. ഈ ഒരു യോഗത്തിൽ പറയാതെ വയ്യ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ പറയാനായിട്ടുള്ളത്. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.